ഇന്ന് കാലത്ത് മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ അതീവ ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. അത് നമ്മുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നെൽകൃഷിക്കാർക്ക് സംഭരിച്ച നെല്ലിൻ്റെ പണം ഒരു ഭാഗം കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതായിരുന്നു. അതിനിടയാക്കിയത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആവശ്യമായ പണം ലഭ്യമാകാത്തതായിരുന്നു. എന്നിട്ടും സംസ്ഥാന സർക്കാർ അതിലൊരു ഭാഗം വഹിക്കാൻ സന്നദ്ധമായി. പക്ഷേ പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ പെടുത്തുന്നതിനായി ഈ ഓണനാളുകളിൽ ഭക്ഷ്യവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. മന്ത്രിസഭാ യോഗം നമ്മുടെ ഈ ഗൗരവമായ പ്രശ്നം ചർച്ച ചെയ്ത് അതിൻ്റെ ഭാഗമായി തന്നെ ഭക്ഷ്യമന്ത്രി ഈ കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പരസ്യമായി വിശദീകരിക്കുകയും ചെയ്തു. ഏതായാലും വൈകുന്നേരം ഒരു സന്തോഷ വാർത്ത ലഭിച്ചു. നൽകാനുള്ള പണത്തിൽ ഒരു ഭാഗം നൽകുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു വന്നു. അത് ഇവിടെ ഇരുന്നപ്പോഴാണ് ബഹുമാന്യായ ഭക്ഷ്യമന്ത്രി പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ സന്ദേശം കിട്ടിയത്. ഏതായാലും അതിൻ്റെ ഗുണം കേരളത്തിലെ നെൽകർഷകർക്ക് നെല്ല് സംഭരിച്ച വകയിൽ കൊടുക്കാനുള്ള പണം ഏറെക്കുറെ പൂർണ്ണമായും നൽകാൻ ഈ ഘട്ടത്തിൽ കഴിയുമെന്നുള്ളതാണ്.